എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ ചിന്ത പോലെ തന്നെ ഇപ്പോഴും നമുക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്നാണെങ്കിൽ ഒരു കറി എങ്ങനെ തട്ടിക്കൂട്ടി വെക്കാമെന്നുള്ളൊരു ചിന്തയിൽ നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങ് ചെയ്താലോ എന്ന് ഓർത്തു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലിട്ടാണെങ്കിൽ പരിപ്പും കൂടെ കൂട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യമാണെങ്കിൽ നന്നായിട്ട് തന്നെ ആണെങ്കിൽ വേവിച്ചെടുക്കും. ഇവിടെ മക്കളൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കും. കാരണം നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇതൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേന് കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന പരുവത്തിനായിരിക്കും സാമ്പാർ ഞാൻ എടുക്കാറുള്ളത്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഇവരിങ്ങനെ പറക്കി മാറ്റി വെക്കും. ചാറ് മാത്രം മുക്കി ഇങ്ങനെ കഴിക്കുമ്പം അത് കാണുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്, കഴിക്കുന്ന അവർക്കാണെങ്കിലും ഒന്നും ഗുണവും ഇല്ല. അപ്പം അവർ പച്ചക്കറികളൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നന്നായിട്ട് തന്നെ കുക്കറിലാണെങ്കിൽ വേവിച്ചെടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളാണെങ്കിൽ ഇതിന് കടുക് വറുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് കടുക് വറുത്തെടുക്കാം. ഞാനാണെങ്കിൽ ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ പൊടികളാണെങ്കിൽ അങ്ങ് ഇടുകയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി തക്കാളിയൊക്കെ ചേർത്തത് കൊണ്ട് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ വീണ്ടും ഞാൻ പുളി ഇതിനകത്ത് ചേർത്തെടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ പൗഡർ അങ്ങനെയൊന്നുമല്ല മേടിച്ചേക്കുന്നത്. ഞാനിതിലിട്ടേക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ആണ് ചേർത്തേക്കുന്നത്. അപ്പം വേറെ നമ്മൾ പൊടികളായിട്ടൊന്നും മേടിച്ചെടുത്തിട്ടില്ല. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും ദോശയോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെങ്കിൽ പിന്നെ ദോശയുടെ കൂടോ ഇഡ്ഡലിയുടെ കൂടോ ഒക്കെ നമുക്ക് സാമ്പാർ കഴിക്കാം. ഇവിടെ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ സാമ്പാർ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഇപ്പം ചോറിൻ്റെ കൂടാണെങ്കിലും സാമ്പാർ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. നേരത്തെയൊന്നും അങ്ങനെ മക്കളാണെങ്കിൽ കഴിക്കത്തില്ലായിരുന്നു. സാമ്പാറും ചോറും അങ്ങനെ ആണെങ്കിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ വലിയ താല്പര്യങ്ങൾ വരാതിരിക്കാൻ കാരണം ഒന്ന് നോക്കിയപ്പോഴാണ് നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെജിറ്റേറിയനോട് വലിയ താല്പര്യം കാണത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ ഉള്ള സമയത്ത് നോൺ വെജ് പരമാവധി ഒഴിവാക്കും. അപ്പം അവർ അപ്പോൾ കഴിച്ചോളും. അപ്പം നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം പക്ഷെ ഇപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിക്കത്തില്ല. വിശക്കുന്ന അനുസരിച്ച് അവരാണെങ്കിൽ കഴിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യാനുസരണം അവർ കഴിച്ചോളും. നമ്മൾ നിർബന്ധിച്ച് കഴിക്കുമ്പോഴാണ് അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിന് ഒരു ബുദ്ധിമുട്ടും വേണ്ട. വിശന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ നല്ലതായിട്ട് കഴിച്ചോളും. ആവശ്യാനുസരണത്തിന് കഴിച്ചോളും. ഓൾറെഡി ആണെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ വേവിക്കാൻ വെച്ചിരുന്ന സമയത്ത് കുക്കറിലാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാനിപ്പോൾ ഒരു 4 വിസിലാണ് ഇത് കുക്കറിൽ അടുപ്പിച്ചെടുത്തത്. പരിപ്പും അതുപോലെ പച്ചക്കറിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ്, വെള്ളവും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഇത് വേവിച്ചെടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ പിന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തിളപ്പിക്കാൻ വെക്കും. ആ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പം തന്നെ കണ്ടോ, പച്ചക്കറിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് കഴിച്ചോളും. അവർക്കിഷ്ടമാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ടാണെങ്കിൽ ഉടച്ച് ഒക്കെ എടുത്ത് അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളാണെങ്കിൽ ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ തട്ടുകടയിലൊക്കെ ആണെങ്കിൽ എടുക്കുന്ന ദോശയില്ലേ, അതുപോലത്തെ ആണെങ്കിൽ നല്ല ദോശയാണ്. അതിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പം ബട്ടർ ദോശയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും കറിയുടെ ഒന്നും ആവശ്യമില്ല, അത് മാത്രം മതി. അപ്പം ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ദോശ ഉണ്ടാക്കുവാണെങ്കിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിൽ കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ തക്കാളി ചമ്മന്തിയാണ് കൂടുതലിഷ്ടം. അത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ദോശയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ദോശ ചുട്ടെടുക്കരുത്. ദോശ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ അടി ഇങ്ങനെ നമ്മൾ ഇടുന്നതാണെങ്കിൽ വശമാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. ദോശയ്ക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടത്തില്ല. അപ്പോൾ ദോശയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ദോശയൊക്കെ റെഡിയാക്കി എടുക്കാൻ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലീൻ ചെയ്ത് വെച്ചു. ആ സെയിം ടൈമിൽ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളോ അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ അത് നന്നായിട്ടാണെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പമല്ലേ. പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ആണെങ്കിൽ ഞാൻ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ച്
വന്നു കഴിയുമ്പോഴത്തേന് അധികം പാത്രങ്ങളൊന്നും നമുക്ക് കാണത്തില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ബാക്കി പണികളൊക്കെ ചെയ്യാനാണെങ്കിലും ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ ആ ഒരു ഇത് അങ്ങനെ കാണും. പിന്നെ ആണെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ ആ ചെയ്ത പാത്രങ്ങൾ അങ്ങനെ കാണും. അതുപോലെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പാത്രങ്ങൾ കൂടി 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 കിടക്കും. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. പാത്രമില്ലാന്നെങ്കിൽ കഴിയൊക്കെ കഴിഞ്ഞിട്ട് ആ സെയിം ടൈമിൽ തന്നെ ആണെങ്കിൽ സിങ്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടും. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും അധികമാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ എല്ലാം ആണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ വേസ്റ്റും എല്ലാം ഒക്കെ ഒന്നങ്ങ് എടുത്ത് കളഞ്ഞ് ആ തുടയ്ക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ വലിയ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഈ നമ്മളാണെങ്കിൽ ഗ്ലാസ്സൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ചിലർ കാണാം ഇങ്ങനെ ആ ഒരു ഉൾവശം മാത്രം ഇങ്ങനെ കഴുകിവിടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ കാണിച്ച ഒരു ഇതുണ്ടല്ലോ ആ ബാക്ക് വശമൊക്കെ നമ്മൾ കഴുകാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നിടത്ത് ചിലതൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് ആ അടിവശം ഇങ്ങനെ അഴുക്കിയിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയില്ലല്ലോ, ജസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൻ്റെ ഉൾവശം മാത്രം കഴുകി ചെളി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമത്തി വെക്കും. പക്ഷേ നമ്മൾ ആ ബാക്ക് വശങ്ങളൊക്കെ ആണെങ്കിലും ഫുള്ള് നമ്മൾ കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു ചെളി പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.